ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് LP-UP എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അതുപോലെ മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്കയിലെ മലയാളികളുടെ ക്ഷേമത്തിനായിട്ട് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയാണ് വിജ്ഞാനോദയ യോഗം. വിജ്ഞാനോദയ യോഗം എന്ന് പറയുന്ന സംഘടന ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപിച്ചത്. ശ്രീലങ്കയിലെ മലയാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. വർഷം എന്നാണ് 1888. ഈ അരുവിപ്പുറം എന്ന് പറയുന്നത് എവിടെയാണ്? നെയ്യാറ്റിൻകരയാണ് കേട്ടോ. അടുത്തത് സർവമത സമ്മേളനം. അതും പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സർവമത സമ്മേളനം 1924 നടന്നത്. ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് സർവമത സമ്മേളനം നടന്നത്. അടുത്തത് ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ചത് മരുത്വാമലയിൽ നിന്നാണ്. ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ചത് മരുത്വാമല. ജന്മദിനം, സമാധി ദിനം എന്നിവ കേരള ഗവൺമെൻറ് ഔദ്യോഗികമായി അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമുക്ക് SCRTയിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. അപ്പോൾ SCRTയിൽ ആദ്യം തന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ. ഒന്നാമത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇങ്ങനെ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതും ഗുരുദേവനാണ്. അടുത്തത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. പിന്നീട് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. അടുത്തത്, സർവമത സാഹോദര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം 1924 ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്. അദ്വൈത ആശ്രമത്തിൻ്റെ കവാടത്തിൽ ഗുരുദേവൻ എഴുതി വെച്ച കാര്യങ്ങളാണ്, വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. അദ്വൈത ആശ്രമത്തിലാണ് സർവമത സമ്മേളനം നടന്നത്. ആ സമയത്ത് അവിടുത്തെ കവാടത്തിൽ അല്ലെങ്കിൽ ആ ഡോറിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്, വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്നത്. പിന്നെ അതുപോലെ തന്നെ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. അത് അങ്ങനെ പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. പിന്നെ അദ്ദേഹം ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അപ്പം കേരളത്തിലെ അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊരു കോൺസെപ്റ്റും ആരെക്കുറിച്ചുണ്ട്? ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുണ്ട്. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചാരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല, അങ്ങനെ മാത്രം നടക്കുന്ന ഒന്നല്ല സമൂഹത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഉന്നമനം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളാണ് സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായിട്ട് ഉള്ളതെന്ന് ഗുരു മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ വ്യാവസായിക ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ ശ്രീനാരായണ ഗുരു ആഹ്വാനം നൽകിയത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കുറച്ച് ദുരാചാരങ്ങളായിരുന്നു പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം. അപ്പോൾ ഇതിനെതിരെയൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതുപോലെ തന്നെ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ആർഭാടവും അമിതവ്യയും, അതായത് എന്താണ്,
അതായത് ആർഭാടവും ധൂർത്തടിച്ചുള്ള ജീവിതമൊക്കെ ഒഴിവാക്കിയിട്ട് ലളിത ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളോട് ഉപദേശിച്ചത്. ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിതമായി. അപ്പോൾ SNDP സ്ഥാപിതമായ വർഷം എന്നാണ് 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും ഈ ഒരു പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകമൊക്കെ രചിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ, സംഭാവനകളൊക്കെ പ്രശംസിച്ചവരാണ് രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവർ. ഇനി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ കുറച്ച് ക്ഷേത്രങ്ങൾ നോക്കാം. ആദ്യം, അതായത് 1888 ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് അരുവിപ്പുറം എന്ന് പറയുന്നത്. അവിടെയാണ് ആദ്യത്തെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. ഇനി കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ. അപ്പം ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? കാരമുക്ക് ക്ഷേത്രമാണ്. ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ശിവഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വർക്കലയിലാണ് കേട്ടോ. വർക്കലയിൽ ശിവഗിരി. അവസാനത്തെ ക്ഷേത്രപ്രതിഷ്ഠ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്ത് ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠയാണ് ഓം എന്നെഴുതിയൊരു കണ്ണാടി. ഓം എന്നെഴുതിയ കണ്ണാടി എവിടെയാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത്? ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്ത്. ഇതോടുകൂടിയിട്ട് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി വിദ്യാലയങ്ങളാണ് വേണ്ടത്. അപ്പോൾ ക്ഷേത്രങ്ങളുടേതിന് തുല്യമായിട്ടുള്ള പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകണം. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടതെന്ന ഒരു തിരിച്ചറിവ്. അപ്പം വിദ്യാലയം ആണ് പ്രധാനപ്പെട്ട ദേവാലയം എന്നും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരു. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ശ്രീനാരായണ ഗുരു 100 വർഷം മുൻപ് രചിച്ച പ്രാർത്ഥനാ ഗീതമായ ദൈവദശകത്തിൽ നിന്നുള്ള വരികളാണിത്. അപ്പോൾ ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. അപ്പോൾ ഇത് ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ശ്രീനാരായണ ഗുരു 100 വർഷം മുൻപ് രചിച്ച പ്രാർത്ഥനാ ഗീതമായിട്ടുള്ള ദൈവദശകം, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ദൈവദശകം. അതിൽ നിന്നെടുത്ത വരികളാണ്. അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ ലവനിയിലാദിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയപരനു സുഖത്തിനായി വരേണം. ഇതും ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതിയിലെ പ്രധാന വരികളാണ്. അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ ലവനിയിലാദിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയപരനു സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകം 24-ാം ശ്ലോകം. പിന്നെ അതുപോലെ തന്നെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അപ്പോൾ ഇത് ശ്രീനാരായണ ഗുരു എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? അരുവിപ്പുറത്തെ ക്ഷേത്രത്തിന് മുന്നിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക്